ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു. There are various demands by various political parties for discussion. We have said that let Parliament function smoothly. Exactly what are the issues to be discussed? That has to be decided in the Business Advisory Committee. Government will definitely take the steps whatever is necessary, but we can't force each other. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോ ദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027ന്റെ ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്.
പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 ഗോളിന് തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3ാം സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളി ശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ലിത്വാനിയയിൽ നടന്ന 37ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ S. ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി.
കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.